ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ സ്കൂൾ ക്രാഫ്റ്റ് ഡേ 2 ആണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു പൊട്രാക്ടറാണ്. അപ്പോൾ നമുക്ക് പൊട്രാക്ടർ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. പൊട്രാക്ടർ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ ഒരു മഞ്ഞ പേപ്പർ എടുത്തിട്ട് ഞാൻ അളവായിട്ട് എടുക്കുന്നത് 9 സെൻറ്റിമീറ്ററിൻ്റെ റേഡിയസ് ആണ്, സർക്കിളാണ് എടുക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് മാത്സ് വല്ല പ്രോഗ്രാമിനോ എക്സ്പെരിമെൻറ്റോ ഒക്കെ വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. then നമ്മൾ ഇതുപോലെ ആ പെൻസിലിൻ്റെ ഡാർക്ക് തെളിയാൻ തന്നെ ഞാൻ സ്കെച്ച് എടുക്കാൻ നോക്കി, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ അത് ഞാൻ വേറെ വെച്ചു. ഒരു റെഡ് സ്കെച്ചാണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കാം. then നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടി ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വരച്ചു കൊടുക്കാം. നല്ല ഡാർക്കായിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ. മാക്സിമം അത് പോവാണ്ട് നമ്മൾ കുത്തുവെച്ച് നോക്കുന്ന സ്ഥലത്ത് തന്നെ പോവാണ്ട് ഇരിക്കാൻ നോക്കുക. then ഞാൻ എടുത്ത് നോക്കണ 7 സെൻറ്റിമീറ്റർ റേഡിയസിൻ്റെ അടുത്തൊരു സർക്കിൾ വരയ്ക്കാനായിട്ടാണ്. അപ്പോൾ അതിന് ഞാൻ എടുത്ത് വെക്കണതാണ് ഒരു റെഡ് ഷീറ്റാണ്. അതിന് ഞാൻ എടുത്ത് നോക്കുന്നത് കേട്ടോ. അതെ, റെഡ് ഷീറ്റ് വെച്ച് ഞാൻ ഓൾറെഡി വരച്ചു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ വെച്ചിട്ട് വരച്ചു, കറക്റ്റ് അളവിനായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. then നമുക്ക് ഈ ഒരു മഞ്ഞ പേപ്പറും ഈ ഒരു ചുവപ്പ് പേപ്പറും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താലോ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇത് രണ്ടും ഒന്ന് ഇതുപോലെ വെച്ച് കറക്റ്റാണോ നോക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതിനായിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ പ്രൊട്രാക്ടറും സ്കെയിലുമാണ് എടുത്ത് നോക്കണത്. then ഞാൻ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഇതുപോലെ അളവ് മാർക്ക് ചെയ്യാൻ പോവാണ്. ഇതിൽ ഞാൻ മാർക്ക് ചെയ്ത് നോക്കണത് 0 തൊട്ടിട്ട് 360 വരെയാണ്. ശരിക്കും ഒരു പ്രൊട്രാക്ടർ ഉണ്ടാവുന്നത് 0 തൊട്ട് 180 വരെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അത്രയും വേണമെങ്കിൽ കുറച്ചുകൂടി വലിയ സർക്കിൾ എടുക്കാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് സ്ഥലത്ത് വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഇത്തിരി കുറച്ച് പണിയുള്ള പണിയാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഭയങ്കര നല്ല ഭംഗിയിലൊക്കെ ആയി കിട്ടും. ഇതുപോലെ ചെയ്യാം. അടുത്തതും കൂടി അപ്പുറത്തെ ഭാഗം കൂടി അതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാണ്. ഞാൻ നടുവിലായിട്ട് ഇതുപോലെ ലൈൻ വരയ്ക്കാനായിട്ടാണ് അതിൻ്റെ മുകളിൽ ഇതുപോലെ വരച്ചു. ഞാൻ മൊത്തം വരയ്ക്കുന്നുണ്ട് കേട്ടോ. മൊത്തം ഞാൻ ഈ ഒരു ബ്ലാക്ക് സ്കെച്ച് കൊണ്ടാണ് വരച്ചത്. then ഞാൻ ഈ ഒരു പാൻ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അളവ് മനസ്സിലാവാൻ വേണ്ടി എഴുതാണ് കേട്ടോ. ഇതുപോലെ എഴുതാണ്. ഓരോ കറക്റ്റ് അളവിൽ വെച്ചിട്ട് വേണം കേട്ടോ എഴുതാൻ. അങ്ങനെയാണ് ഞാൻ പറയണത്. ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കുക. ഇതുപോലെ കൊടുക്കുക. 0 തൊട്ടിട്ട് 10, 20, 30 അങ്ങനെ 180 വരെയാണ്. അപ്പോൾ ആദ്യം മൊത്തം എഴുതി കൊടുത്തിട്ടുണ്ട്. പെൻസിൽ കൊണ്ട് ആദ്യം വെച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്തത് കേട്ടോ. ഞാൻ ഓൾറെഡി പെൻസിൽ കൊണ്ട് വെച്ച് ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. പെൻസിൽ കൊണ്ട് എല്ലാം കൊടുത്ത് ചെയ്താലും അടിപൊളിയായിരിക്കും കേട്ടോ. ഇതുപോലെ ഞാൻ വീണ്ടും നമ്മൾ ഈ ഒരു ചുവപ്പ് ഷീറ്റ് എടുക്കണം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ, അത് ഈ ഒരു പേപ്പറിൻ്റെ അവിടേക്ക് കറക്റ്റാണോ നോക്കിയിട്ട് ഇതുപോലെ ഒരു ലൈൻ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ വരയ്ക്കുകയാണ്. ഇവിടെ മാർക്ക് ചെയ്യണത് ഇതിൻ്റെ ലെങ്ത്ത് വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യാം. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. then നമുക്ക് വേണ്ടത് ഈ ഒരു പേപ്പർ കട്ടറാണ്. അത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. ചെറിയ കുട്ടികളൊക്കെയാണ് യൂസ് ചെയ്യുകയാണെങ്കിൽ അമ്മമാരോടൊക്കെ പറഞ്ഞിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓട്ട പോലത്തെ സ്ഥലം നമുക്ക് അത് ഓക്കെ. then ഞാൻ ആ ചുവപ്പ് ഷീറ്റ് എടുത്ത് ബാക്കിൽ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാനാണ്. ഇതുപോലെ വെക്കുക. നമുക്ക് മെഷർമെൻറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഐഡിയ എടുത്തത്. അപ്പോൾ എങ്ങനെയാണെന്ന് പറയുക ഐഡിയ. അപ്പോൾ ഓക്കെ, കറക്റ്റ് ആയിട്ടുണ്ട്. then നമുക്ക് വേണ്ടത് ഈ ഒരു സൂചി പോലത്തെ ഒരു സാധനമാണ്. ആ സാധനം നമുക്ക് അളവ് അറിയാൻ വേണ്ടിയാണ്. എല്ലാത്തിൻ്റെയും അളവ് ഒന്നുകൂടി അറിയാൻ വേണ്ടിയാണ് കേട്ടോ. ഇതുപോലെ ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് എല്ലാം ചെയ്യണത്. ഇതുപോലെ ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്.
അല്ലെങ്കിൽ നമുക്ക് സംശയം ചിലപ്പോൾ ഇത് നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം അത് ലൂസാണെങ്കിൽ ഭയങ്കരമായിട്ട് നീങ്ങിപ്പോകും. അപ്പോൾ നമുക്ക് ആ സാധനം ആ സൂചി പോലത്തെ സാധനം വെച്ചാൽ അറിയുമല്ലോ. അപ്പോൾ ഇത് കറക്റ്റ് അയച്ചാണ്ട് അപ്പോൾ തന്നെ ഈ ഒരു നീല ഷീറ്റ് എടുത്ത ബാക്കിലത്തെ ആ വൃത്തികേട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നീല ഷീറ്റ് എടുത്തിട്ട് വെക്കുന്നത്. ആ നീല ഷീറ്റ് ഞാൻ ബോർഡറായിട്ടാണ് കട്ട് ചെയ്യണത്. ഇതുപോലെ ഞാൻ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. വീണ്ടും നീല ഷീറ്റ് ബോർഡറായിട്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബോർഡറായിട്ട് കട്ട് ചെയ്തത് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്യുക. ഇനിയും സ്കൂൾ ക്രാഫ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, സപ്പോർട്ടൊക്കെ ചെയ്യണേ. ഇതുപോലെ ഇത്രയും ചെറിയ ഒരു ബോർഡർ കാണുന്ന രീതിയിലാണ് ഞാൻ കട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഭംഗിയുണ്ടാവും. ഇതുപോലെ ആ ബാക്കിലത്തെ നമ്മൾ ആ ചോപ്പ് വെച്ച ആ ഭാഗമില്ല, അപ്പോൾ അത് കാണാണ്ടിരിക്കാം. അതുകൊണ്ട് കൂടിയാണ് ഇതുപോലെ വെച്ചെടുത്തിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്യാം. നമ്മൾ ഇതൊന്നുകൂടി ഞാൻ കറക്കി നോക്കുകയാണ്. കാരണം കറക്റ്റായെന്ന് അറിയണ്ട. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. അതുപോലെ നേരെ വെക്കുകയാണ്. ഇതുപോലെ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊട്രാക്ടർ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.